സമയത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ പ്രത്യേക പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലല്ല, തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ അസന്നിഗ്ധമായി നിലപാട് പറഞ്ഞ ഒരാളാണ് ഞാൻ. നിങ്ങൾ ആരുടെ വോട്ട് സ്വീകരിക്കും, ആരുടെയൊക്കെ സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ ഒരവ്യക്തതയോ ഒരാശങ്കയോ ഞാൻ ബാക്കി വച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയമാണ്, സ്ഥാനാർത്ഥിയാണ് എന്ന പരിമിതി എനിക്കുണ്ടായിട്ടുമില്ല. ആ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ബിസ്ക്കറ്റിന് രുചിയുണ്ടെന്ന് മറുപടി പറഞ്ഞ ആളല്ല ഞാൻ. അപ്പോൾ അതെല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ ഒരാളാണ് ഞാൻ. PDPയുടെ പിന്തുണയുടെ കാര്യത്തിൽ PDP മതരാഷ്ട്രവാദവും വർഗീയതയും മുൻപോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗമാണോ എന്ന് വിമർശിക്കുന്നവർ മറുപടി പറയണം. ആണെങ്കിൽ ഞാൻ പറഞ്ഞ വിഭാഗത്തിൻ്റെ വോട്ടുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ആ നിലപാട് തന്നെ സ്വീകരിക്കാം. എന്നാൽ എത്രയോ വർഷങ്ങളായി ശക്തമായ മതനിരപേക്ഷ നിലപാട് പറയുകയും മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണവർ. അവർക്കാണ് അറിഞ്ഞുകൂടാത്തത്. അതുകൊണ്ട് തന്നെ ഈ സമീപകാലത്തുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും അവരുടെ പിന്തുണയും ഇടതുപക്ഷത്തിനായിരുന്നില്ലേ. അതിനു മുൻപ് ഒരു UDFനെ പിന്തുണച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ പുതിയതായി മതനിരപേക്ഷ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയാൽ അപ്പോൾ അക്കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയുകയും ചെയ്യും. മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും സ്വീകരിക്കുകയും അത് പുലർത്തിപ്പോരുകയും ചെയ്യുന്ന ആളുകൾ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പുതുമയില്ല, ഞങ്ങൾക്കതിലൊരു പ്രശ്നവുമില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ? അതാണ് ചോദ്യം. അവർ ആ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോയോ? അവർ ജനാധിപത്യ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് ഒരു ബഹുസ്വര സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അഭിപ്രായങ്ങളുമായി അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞ് അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. ഞാനതാ പറഞ്ഞത്, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ നിലപാട് എപ്പോഴും സുവ്യക്തമാണ്. വർഗീയത ഉയർത്തിപ്പിടിക്കുകയും മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും മതരാഷ്ട്രവാദം ഉയർത്തുകയും ചെയ്യുന്ന ആളുകളുമായി ഒരു നീക്കുപോക്കോ ഒരു ബന്ധമോ ഒന്നും സാധ്യമല്ല. അത് ശക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയാൻ തെരഞ്ഞെടുപ്പോ സ്ഥാനാർത്ഥിത്വമോ ഒരു പ്രശ്നവുമായിട്ടില്ല. നിങ്ങൾ ഇനിയിപ്പോൾ ആവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാനും എനിക്ക് മടിയില്ല. അതാണ് ആ കാര്യത്തിലുള്ളത്. മുൻപ് ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ LDF സ്വീകരിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വീഡിയോകളും അതുപോലെ ഈ പോസ്റ്ററുകളൊക്കെ പുറത്തിട്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. നേരിട്ട് പോയി ചർച്ച നടത്തി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലടക്കം അങ്ങനെയൊക്കെ അവർ പറയുന്നു. ആ പാർട്ടി തന്നെ രൂപീകരിച്ചിട്ട് എത്ര കാലമായി നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവണമെന്നില്ല, ആ നിലയിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരാളെ ആരൊക്കെ വന്ന് കാണുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോയി ഒരു നിവേദനം കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവലാതി പറയാനോ പോയി, എന്നിട്ട് നിങ്ങൾ അവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ പ്രചരിപ്പിക്കുകയാണ് ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ അതിനൊന്നും യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല. പിന്നെ ഇവരുടെ നിലപാട് മുമ്പെന്തായിരുന്നു എല്ലാവർക്കും അറിയുന്നതല്ലേ. ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ എനിക്ക് ഈ വിഭാഗത്തെ ഓർമ്മയുണ്ട്. അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് അധികമായില്ല എന്നും നമുക്കറിയാം. അന്നൊക്കെ അവർ സ്വീകരിച്ചിരുന്നത് ആളെ നോക്കി വോട്ട് ചെയ്യുന്നതായിരുന്നു, സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും. എന്നാൽ നിങ്ങൾ മറന്നുപോയത് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയെ നോക്കി ഞങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പൊളിറ്റിക്കലായ ഒരു നിലപാട്, തീർത്തും അരാഷ്ട്രീയമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ കേരളത്തിൽ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ UDFന് വോട്ട് ചെയ്യും. ചില മണ്ഡലങ്ങളിൽ അവർ LDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ എന്നും പറഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതായിരുന്നു അവരുടെ ശൈലി. ഓരോ മണ്ഡലത്തിനനുസരിച്ച് ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. അങ്ങനെ പറഞ്ഞ സമയത്ത് ആ കൂട്ടത്തിൽ ചിലപ്പോൾ ചില LDF സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതിങ്ങനെ ഒരു പൊതു രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്നതിൻ്റെ ഭാഗമൊന്നുമില്ല. ഇത് ആ നിലയിലല്ല പരിഗണിക്കപ്പെടുന്നതും. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും അവർ പറയുന്നത്. അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് വന്നതിന് ശേഷം ഇപ്പം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത് എല്ലാ UDF ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുടെയും മുന്നിൽ UDF ഘടകകക്ഷികളുടെ കൊടികൾ കെട്ടിയതിൻ്റെ ഇടയിൽ ഇവർ പോയിട്ട് ഇവരുടെ കൊടിയും കെട്ടി. അവരത് അഴിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഒരു അപ്രഖ്യാപിത ഘടകകക്ഷിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതിൽ പുതുമയില്ല, പുതിയൊരു കാര്യമില്ല. അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിന്നോടുന്നതാണ്, ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതിലൊരു കാര്യം ഞാൻ പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല. ഞാൻ അതിനൊന്നും ഇവരെയൊന്നും വിമർശിച്ചിട്ടുമില്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യത്തിന് മറുപടിയായി അവർ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്ന നിലപാടല്ല എന്ന പൊതുവിമർശനം പറഞ്ഞൊന്നേ ഉള്ളൂ. അവരാർക്ക് പിന്തുണ കൊടുത്താൽ നമുക്കെന്ത്? അത് നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളിലും വെൽഫെയർ പാർട്ടിയും LDFും ഒരു സഖ്യകക്ഷിയായി പ്രവർത്തിക്കുന്നുണ്ട്. സീറ്റ് ധാരണ മത്സരിക്കുന്നുണ്ട് പരസ്പരം.
പരസ്പരം മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ സീറ്റ് ധാരണയല്ലല്ലോ, പരസ്പരം ഏറ്റുമുട്ടി മത്സരിക്കുന്നത്. ഞങ്ങളുടെ മുന്നണിക്ക് സുവ്യക്തമായിട്ടുള്ള ഒരു ഘടനയുണ്ട്, അത് LDF ആണ്. ആ LDFൽ ഇത്തരത്തിലുള്ള ശക്തികളൊന്നുമില്ല. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചിലയിടങ്ങളിൽ പൊതുവായി സ്വീകാര്യതയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാതെ മത്സരിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പം മലപ്പുറത്ത് ഇത്തരത്തിലുള്ള വേറെ ചില ആരോപണങ്ങൾ വന്നിരുന്നല്ലോ. കോൺഗ്രസും CPM കൂടി ധാരണ ലീഗിനെ തോൽപ്പിക്കാൻ, നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ പഞ്ചായത്തൊക്കെ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ രൂപപ്പെട്ടു വന്ന സഖ്യമൊന്നുമല്ല. CPMനും കോൺഗ്രസിനും യോജിക്കാനൊന്നും പറ്റില്ല. എന്നാൽ ചില പ്രത്യേക പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളോട് വിയോജിപ്പുള്ള കോൺഗ്രസ് ആശയഗതിക്കാരും ഇടതുപക്ഷ ആശയഗതിക്കാരും ഒക്കെ ഒരു മുകൾ തട്ടിൽ ആലോചിച്ച് രൂപപ്പെടുത്താത്ത ഒരു യോജിപ്പ് വളർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു പാർട്ടിയിലും അങ്ങനെ ഭാരവാഹിത്വമൊന്നും വഹിക്കാത്ത ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുകയും എല്ലാവരും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അതൊക്കെയാണ് ഈ പറഞ്ഞ മലപ്പുറം ജില്ലയുടെ ചില ഭാഗങ്ങളിലുണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രാദേശികമായി പൊതുവായി വലിയ പ്രാദേശിക വിപത്തായി ഉയർന്നു വരുന്നവർക്കെതിരായ തെരഞ്ഞെടുപ്പ് വികാരങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനെ ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധമായോ മുന്നണിയായോ മുന്നണിയിലെ ഘടകകക്ഷിയായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അത്തരം വിഷയങ്ങളെയല്ല. ഞാൻ പറഞ്ഞത് സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിലും UDFൻ്റെ ഘടകകക്ഷികൾക്കിടയിൽ കൊടികെട്ടിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിങ്ങൾ ഞങ്ങളെ ഔദ്യോഗികമായി എടുത്തില്ലെങ്കിലും നാളെ എന്തെങ്കിലും നിങ്ങൾ എടുക്കും എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയും ചെയ്ത ഒരു വിഭാഗമാണ് അത്. നമ്മുടെ അല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ, നമുക്കതിൻ്റെ വസ്തുതകൾ മുന്നിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞ അതിൽ നമുക്ക് വിരോധമില്ല. മതരാഷ്ട്രവാദികളുമായി മതരാഷ്ട്രവാദവുമായി യോജിച്ചു പോകാം എന്ന് UDF തീരുമാനിച്ചു. ഈ വിഷയത്തിൽ അപ്പോൾ എം സ്വരാജ് ഈ വിഷയത്തിൽ പ്രതികരിക്കുക, അതായത്